ഉണ്ടെന്ന് അറിയാം. പിന്നെ ഞാനിവിടെ ഒരു നിർബന്ധത്തിൽ വന്നതാണ്. കഴിഞ്ഞ മാസം വരേണ്ടതാണ്. എൻ്റെ പെങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് റീന. പുള്ളി ഞാൻ വരാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് 3 ആഴ്ച എൻ്റെ ഉണ്ടാകും നടന്നിട്ടുണ്ട് ഇവിടെ പങ്കെടുക്കാത്തതുകൊണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാം എന്നിട്ട് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് മിണ്ടാൻ തുടങ്ങിയത് തന്നെ. ഫോൺ വിളിച്ചാലും എടുക്കാറില്ല. അപ്പോൾ ഒരു നിർത്തത്താൽ ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഞാൻ എല്ലാ തൈകളുടെ പരിപാടിയുണ്ട്. പരിഗണന ഒരു മദ്യപാനിയാണ്. കുറച്ച് കറി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും. ഞാനിങ്ങോട്ട് വന്നതും അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാവിലത്തെ ശുശ്രൂഷയിൽ അത് വെച്ചിട്ടാണ് ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അന്നേരം മുതൽ എൻ്റെ നെഞ്ചിനൊരു പിടുത്തം, നെഞ്ചിന് പുറത്ത് മൊത്തത്തിലൊരു പിടുത്തമുണ്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമാക്കിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ആ ശുശ്രൂഷയുടെ പകുതി ഞാൻ ഇറങ്ങിപ്പോയി അത് കളഞ്ഞു. ഇവിടുത്തെ ഒരു ബ്രദറിന് കൊടുത്തു. ഞാൻ പറഞ്ഞു പറയണ്ടെന്ന് പറഞ്ഞു. അവൻ കൊടുത്തതിന് ശേഷം എനിക്ക് ആ പിടുത്തമൊന്നും മാറിയിട്ടൊന്നുമില്ല, കൈ പൊങ്ങുന്നില്ല. ഇവിടെ മേലെ പൊക്കുമ്പോൾ തന്നെ ഭയങ്കര വേദന എടുക്കും. പിന്നെ എന്നെ ഉച്ചക്ക് ഞാൻ വിസന്റ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ കൂടിക്ക് ഹോസ്പിറ്റലിൽ പോയി PCG എടുക്കണമെന്ന് പറഞ്ഞു. PCG എടുക്കാൻ നിന്നില്ല, സമയത്ത് PCG എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ വന്നു, ഗുളികയൊക്കെ കഴിച്ചു. പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് 2 ഗുളിക കഴിച്ചു. മുളിച്ചു ഗുളിക വന്നു. അപ്പോൾ അതൊന്നും കഴിച്ചിട്ട് യാതൊരു കുറവില്ല. കുറേ സമയം റൂമിൽ പോയി കിടന്നു. ഒന്നും ഒരു കുറവുണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ECG നാളെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് പ്രാർത്ഥനയുടെ സമയത്ത്, ശുശ്രൂഷൻ്റെ സമയത്ത് ഇവരെല്ലാം നിർബന്ധത്താലും ഞാൻ എഴുതി കൊടുത്തതാണ്. എനിക്ക് എഴുതുമ്പോൾ താല്പര്യമൊന്നുമില്ല, ECG എടുത്തിട്ടൊന്നും നോക്കണമെന്നില്ല ഇതുണ്ടായത്. അപ്പോൾ എഴുതി കൊടുത്തു. ലാസ്റ്റ് ബ്രദർ പറഞ്ഞു എന്താണ് നടുവേദന കൂടി പറഞ്ഞായിരുന്നു. പക്ഷെ നടുവേദന ആ സമയത്തൊന്നും കാര്യമാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് കൈപൊക്കാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ കണ്ടതാണ്, കൈപൊക്കി. അപ്പോൾ ഇപ്പം ചെറുതായിട്ടൊരു പിടുത്തം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പൊക്കാൻ വരെ കഴിയുന്നുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഇങ്ങനെ പൊക്കാം. ഇത്ര പൊക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേദനയാണ്. ഈ സൈഡ്, ഈ ബാക്കും പുറത്തായിട്ട് ഫ്രണ്ടുമായിട്ട് ഭയങ്കര പിടുത്തായിരുന്നു. ഇപ്പം എല്ലാം പൊങ്ങാം. കൈക്ക് യാതൊരു കുഴപ്പമില്ല. നെഞ്ചിന് ഇങ്ങനെ കഴുത്ത് ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ തന്നെ ഭയങ്കര വേദന. ഈ സൈഡ് പിടിക്കും, ഈ സൈഡ് പിടിക്കുന്നില്ല. വേദന നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്.